ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നും കല്ലാനോട് ഇടവകയിൽ നിന്നുമുള്ള സ്നേഹിതരാണ്. ശാലോം ടി വിയുടെ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വർത്തമാനകാലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ പറ്റി ചാവറപിതാവ് ഒരു ദാർശനിക ഭാവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ കാര്യം മാത്രം അറിയുമ്പോഴല്ല, മറ്റ് കുടുംബങ്ങളിലെ കാര്യങ്ങൾ അറിയുകയും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്, മറ്റുള്ളവരെ പറ്റി നമ്മൾ പറയേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു അരുള് തരികയാണ് ചാവറപിതാവ്. നമുക്ക് ചാവരുളിലെ ഈയൊരു വാക്കൊന്ന് ശ്രവിച്ചു നോക്കാം. സംസർഗവിശേഷം എന്നാണ് ചാവറപിതാവ് ഒരു ഭാഗത്തിന് ഒരു ശീർഷകം കൊടുത്തിരിക്കുന്നത്. അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ സ്വന്തം കാര്യങ്ങളെ നല്ലതിൻവണ്ണം ക്രമീകരിക്കുമെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടുവാൻ നേരമുണ്ടാവുകയില്ല എന്നാണ് ചാവറപിതാവ് സൂചിപ്പിക്കുക. അയൽവക്ക ബന്ധങ്ങൾ ശക്തമായി സൂക്ഷിക്കാൻ എന്തു വേണം എന്നുള്ളത് ചാവറപിതാവ് ഒരു നിഷേധാത്മകമായ ഒരു സൂചന നൽകിക്കൊണ്ട് പറയുകയാണ്. അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. ചിലർക്ക് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതിനേക്കാളും താല്പര്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുവാനും അത് മറ്റു പലരോടും പറയുവാനുമാണ് എന്നുള്ള ഒരു സൂചന കൊടുത്തുകൊണ്ട് ഈ പരദൂഷണം, ഏഷണി തുടങ്ങിയ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മളുടെ കുടുംബ പദാവലികളിൽ നിന്നും നമ്മുടെ സംസാര ഭാഷയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാനും സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം വീട്ടിൽ കൂടുതൽ ഏകാഗ്രതയോടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നാണ് ചാവറപിതാവ് ഈ ഒരു ഉപദേശത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. ഒരു വിമർശനാത്മകമായ ഒരു പദമാണ് വേണ്ട എന്നാണ് ചാവറപിതാവ് സൂചിപ്പിക്കുന്നത്. പോകരുതെന്നാണ്. അപ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ പോകുന്ന ആളുകളാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്ത് വേണ്ട എന്നാണ്, എന്ത് ചെയ്യരുത് എന്നാണ് ചാവറപിതാവ് സൂചിപ്പിച്ചത്. അതായത് വിശേഷങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം വിശേഷങ്ങൾ പറയുമ്പോൾ അത് നല്ല വിശേഷമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാവറപിതാവ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവസരത്തിൽ വീടുകളിൽ പോകണം എന്ന് തന്നെ ചാവറപിതാവ് പറയുന്നുണ്ട്. ഞായറാഴ്ചകൾ ആചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചാവറപിതാവ് പറഞ്ഞപ്പോഴാണ് ഞായറാഴ്ചകളിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഏതാണ്ട് അറിയാം. പക്ഷേ ചാവറപിതാവ് അന്ന് നമ്മളുടെ ഇന്നത്തെ പോലത്തെ ഒരു സമ്പർക്ക മാധ്യമ വിചാരങ്ങൾ അന്ന് സമർത്ഥമല്ലാതിരുന്നൊരു കാലത്താണ്. ചാവറപിതാവ് എന്ന് പറഞ്ഞത് രോഗികളെ സന്ദർശിക്കാൻ പോകണം എന്ന് തന്നെയാണ്.
രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ആരുടെയും കുറ്റം പറയാറില്ല. രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ പരിചരിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആത്മവിശ്വാസം വരുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയുമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇവിടെ ചാവർ പിതാവ് പറയുന്നത് ഇത് പറയാനായിട്ട് നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ്. അപ്പം അങ്ങനെ പോകരുത് എന്ന് പറയുമ്പോൾ പോകരുതെന്നല്ല അതിൻ്റെ അർത്ഥം, പറയരുത് എന്നാണ്. മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയരുത്, അവരെ കുറ്റം പറയരുത്, അവർക്ക് ദോഷകരമായിട്ട് വരുന്ന രീതിയിലുള്ള സംസാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അത് നമ്മളുടെ കുടുംബത്തിലും കൂടുതൽ എങ്ങനെ ഗുണകരമായിട്ട് വരുന്നു എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയാതിരിക്കണമെങ്കിൽ നമുക്ക് ആരെയെങ്കിലും കുറിച്ച് നല്ലത് പറയേണ്ടതുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ നല്ലത് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ സംസ്കാരത്തിൽ അത് ദൈവമഹത്വമായി മാറുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ചാവർ പിതാവ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇപ്പം മറ്റൊരു വീട്ടിലെ കാര്യങ്ങൾ അറിയുക, അന്വേഷിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ ഒരു നല്ല ബന്ധം മക്കളും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും ഉണ്ടാക്കണം എന്നുകൂടി ഇതിനകത്തൊരു സൂചനയുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വന്തം കാര്യങ്ങളെ നല്ലതിൻ വണ്ണം ക്രമീകരിക്കുമെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടാൻ നേരം ഉണ്ടാവുകയില്ല എന്നാണ്. നമ്മളുടെ ഒരു ദിവസത്തെ പദാവലികൾ, നമ്മൾ ഒരു വീട്ടിൽ സംസാരിക്കുന്ന പദാവലികളൊന്ന് നമ്മൾ ആരും വൈകുന്നേരങ്ങളിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് റെക്കോർഡ് ചെയ്ത് കേൾക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കാറില്ല, അല്ലേ? നമ്മൾ പറഞ്ഞങ്ങ് പോവാണ്. അപ്പോൾ കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടോ എന്നൊരാൾ ഒരു ദിവസം വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഓരോ ദിവസവും ഞാൻ ഇന്ന് ഇടപെട്ട കാര്യങ്ങൾ കാര്യമുള്ള കാര്യങ്ങളായിരുന്നോ കാര്യമില്ലാത്ത കാര്യങ്ങളായിരുന്നോ എന്ന് ഒരു വിചിന്തനം നടത്തണം എന്നുകൂടി ഒരു സൂചനയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലെ ബന്ധങ്ങൾ, സംസാരങ്ങൾ അത് അർത്ഥപൂർണമായ രീതിയിൽ നിലനിർത്തണമെന്ന് കൂടിയുണ്ട്. എന്തു പറയും സാറേ? എൻ്റെ പേര് ബേബി, കല്ലാനോട് നിന്ന് വരുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പണ്ട് കാരണവന്മാരൊക്കെ വീടുകളിലെല്ലാം പോവുകയും എല്ലാവരും ഒരുമിച്ച് കൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, ഇത് ഒരു കല്യാണമാണെങ്കിലും അതുപോലെ ഒരു കൂട്ടായ്മയാണെങ്കിലും അതുപോലെ ഒരു വിശേഷ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഒരുമിച്ച് കൂടി നിന്ന് എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമായിരുന്നു. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമ വേണമായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് വളരെ തകർച്ചയുണ്ടായിരുന്നു. എന്നാൽ ഈ തകർച്ച എല്ലാവരും കൂടുമ്പോൾ അത് പരിഹരിക്കപ്പെടുമായിരുന്നു. ഇന്ന് സാമ്പത്തികമായിട്ട് എല്ലാവരും മെച്ചപ്പെട്ടപ്പോൾ ഈ കൂട്ടായ്മ ഒന്നിനൊന്നിന് പുറകോട്ട് പോയി. ഈ കൂട്ടായ്മ പുറകോട്ട് പോയതനുസരിച്ച് നമ്മുടെ പുരോഗതി ഇല്ലാതാകുകയും ചെയ്തു. അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തരുടെയും മാനസികമായിട്ട് ഉള്ളിലേക്ക് വലിയുകയും ആ പരസഹായവും അതുപോലെ ഒരു പൊതു നന്മയും ഇല്ലാതാകുകയും ചെയ്തു. ഇത് ചാവർ പിതാവ് പറയുന്ന വാക്കിൽ പറയുകയാണെങ്കിൽ, പിതാവ് പറയുന്നത് എല്ലാവർക്കും ഒരുമയോടുള്ള മനസ്സും വിശാല മനസ്സുതിയും ഹൃദയവിശാലതയും വേണമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗങ്ങളിലെല്ലാം കർഷകരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാത്ത അവസ്ഥയിൽ വളരെ മോശമായ സ്ഥിതിയാണ് വരുന്നത്. വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കാണുമ്പം മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് ഒരു രീതി ധാരാളമുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവനോ നന്നാവാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നമ്മളുടെ ഒരു ശൈലിയായിട്ട് ചിലപ്പം മാറിപ്പോയേക്കാം. ഇപ്പം രണ്ടുപേരുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഇവൻ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച്, ഞാൻ ഈ ലോകകാര്യങ്ങളൊന്നും അറിയാത്ത ഒരു അജ്ഞനാണോ എന്ന് വിചാരിച്ചേക്കും എന്ന് ഭയപ്പെട്ട് കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഒരു ശൈലിയായിട്ട് ഒരു സ്റ്റൈലായിട്ട് കുറ്റം പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന പ്രദൂഷണം പറയുന്നവരുടെ ഒരു രീതി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ വളരെ ആധികാരികമായിട്ടാണ് സംസാരിക്കുക. അത് അയാളെപ്പറ്റി ഞാൻ പറയുന്ന കാര്യമാണ് ശരി എന്ന് ശ്രോതാവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പരദൂഷണത്തിന് കൂടുതൽ എന്താ പറയുക, ഒരു ശക്തി കൊടുത്ത് പറയുന്ന രീതിയിലാണ് പലരും പറയുന്നതായിട്ടുള്ളത്. ടീച്ചറിന് എന്ത് തോന്നുന്നു? ഈ എത്രയോ ആൾക്കാരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു, നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരു 10, 40, 50 വർഷത്തെ ഈ ഒരു കുടിയേറ്റ മേഖലയുടെയും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളുടെയും ഒക്കെ കഥ അറിയാവുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ടീച്ചറിനെന്ത് തോന്നുന്നു? നമ്മുടെ സംസർഗത്തിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും പറയാനുമാണോ കൂടുതൽ താല്പര്യം, അതോ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ
അറിയാനും പറയാനുമാണോ നമ്മുടെ താല്പര്യങ്ങൾ കൂടുതൽ? എൻ്റെ പേര് മേഴ്സി, കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇന്ന് രണ്ടുപേർ കൂടുമ്പോൾ മൂന്നാമതൊരാളുടെ കുറ്റം പറയുന്ന ഒരു ശൈലിയാണ് പൊതുവേ ഉള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെയല്ല താനും. എങ്കിലും മൂന്നാമതൊരാളുടെ കുറ്റം പറയുമ്പോൾ അതിൽ ഒരു സന്തോഷം കണ്ടെത്തുകയും അതാണ് ഒരു രീതിയായിട്ട് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതായത് അങ്ങനെ ഒരു ശൈലിക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ബലമില്ലാത്ത സ്ഥാനമാണുള്ളത് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഈ നമ്മളോട് വേറൊരാളുടെ കുറ്റം പറയുമ്പം നമുക്ക് ഇയാളോടുള്ളൊരു മനസ്സെന്താണ്? ആൾ ശരിയാണ് തെറ്റാണെന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നില്ലേ? രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണ രീതിയിൽ സംസാരം മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിലേക്ക് വഴുതി വീണു പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെടാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെ ഒരാളെപ്പറ്റി തെറ്റായിട്ടുള്ളൊരു അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ അയാളെപ്പറ്റി നമ്മുടെ മനസ്സിലുള്ള ഒരു വിധി വാസ്തവത്തിൽ അയാളോട് തന്നെ അയാളുടെ പെരുമാറ്റത്തിൽ പിന്നീട് നിഴലിച്ചെന്ന് വരാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അയാളുമായിട്ടുള്ള ബന്ധത്തിലൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോധപൂർവം ആ ശൈലി ഉപേക്ഷിക്കാനായിട്ട് ചാവറയച്ചൻ്റെ ആഹ്വാനമനുസരിച്ച് നമുക്ക് സാധിച്ചാൽ അത് വലിയ കാര്യമായിരിക്കും. ഇപ്പം നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരാളെക്കുറിച്ചൊരു കുറ്റം കേൾക്കുന്നു, നമ്മളത് അവിടെ നിർത്തുന്നുണ്ടോ? കേട്ടു, ഞാൻ ശരിയായിരിക്കണമെന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളവിടെ നിർത്തില്ല. നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകും. ഇത് ശരിയാണോ, ഈ കേട്ട കാര്യം ശരിയാണോ എന്നൊന്ന് അറിയണമല്ലോ. അറിയാമെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 3-4 പേരോട് ഇതിനെക്കുറിച്ച് പറയും. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത, മനസ്സറിവ് പോലുമില്ലാത്ത എത്രയോ ആളുകൾ സമൂഹത്തിൽ അവമതിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള പരദൂഷണങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമല്ലേ? എന്ത് തോന്നുന്നു ടീച്ചർക്ക്, ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ അത് ശരിയല്ലേ? ഒരു കാരണവുമില്ലാതെ ആളറിയാതെ വേറൊരാൾ സന്ദേഹിച്ച് ഊഹിച്ച് പറഞ്ഞ കാര്യത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയായും അവമതിക്കപ്പെട്ടുമൊക്കെ കഴിയുന്ന ആളുകളെക്കുറിച്ച് ഉള്ള ആളുകളില്ലേ? എന്ത് തോന്നുന്നു? അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെങ്കിലും പരിചയമുണ്ടോ? എൻ്റെ പേര് കുട്ടിയമ്മ, കുരാച്ചുണ്ടിൽ നിന്ന് വരുന്നു. അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഒത്തിരി പേരിൽ നിന്ന് അങ്ങനെയൊരു വിഷമമുണ്ടായ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കുമ്പം പക്ഷേ അവർ മനസ്സറിവില്ലാത്ത കാര്യമായിരിക്കാം ഈ പറഞ്ഞുണ്ടാക്കുന്നത്. അതുമൂലം അവർ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്നതായ അവരുടെ മാനസിക വിഷമങ്ങൾ, അപ്പോഴവരെ ആശ്വസിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും സാരമില്ല, പോട്ടെ, അതങ്ങ് ക്ഷമിച്ച് കള, അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെ പറഞ്ഞൊരു ആശ്വാസം കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടും. എന്നാലും അവർ എന്നോടിത് പറഞ്ഞല്ലോ എന്നുള്ള മാനസിക വിഷമം അവരുടെ ഉള്ളിലുള്ള കുറേ കാലത്തേക്കുണ്ടാകും. പിന്നെ അവരെ പിന്നെ ഈ കുറ്റം പറയുന്നവരെ കാണുമ്പോൾ നമുക്ക് തന്നെ അവരെക്കുറിച്ചൊരു ഇവരിങ്ങനെയാണ് ഇവരുടെ സ്വഭാവം. അപ്പം നമ്മളെ കേക്ക് പറയുവാണെങ്കിൽ നമ്മൾ പറയും, അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് അത്യാവശ്യമൊന്നും അറിയത്തില്ലല്ലോ, എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയാൻ പാടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഇങ്ങനെ പറയാറുണ്ട്. സാധാരണ വർത്തമാനങ്ങളിൽ ഈ ഒരു കുടുംബത്തെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ ചാവറച്ചൻ പറയുന്ന ഈ പോയിൻ്റ്, സ്വന്തം കുടുംബത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വന്തം ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധമുള്ള ഒരു പേരൻറ്റിന്, ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഒരു അപ്പനൊരു അമ്മയ്ക്ക് മറ്റൊരു കുടുംബത്തിൽ ഒരാൾ ഇതേ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവും അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു വീഴ്ച മറ്റൊരു കുടുംബം, നമ്മുടെ തന്നെ കുടുംബാംഗമായ അയൽപക്കത്തെ കുടുംബത്തിൽ അല്ലെങ്കിൽ അയൽക്കാരനായ ഒരു വ്യക്തി എടുത്ത തീരുമാനത്തിൽ വന്ന പിഴവാണല്ലോ നമ്മൾ ദൂഷണവും ഈ ഏഷണിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്വം ബോധപൂർവ്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ ഭാരവും ബുദ്ധിമുട്ടും അറിയാമെങ്കിൽ മറ്റൊരാളെ കുറ്റം പറയേണ്ടി വരില്ല. ചാവറച്ചൻ പറയുന്നത്, നീ മറ്റൊരാൾ ചെയ്യുന്നത് എന്ത് എന്നുള്ളതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടേണ്ട, നിൻ്റെ കാര്യത്തിൽ നീ ഇടപെടുക. നിനക്ക് നിൻ്റേതാണ് കാര്യമായിട്ടുള്ള കാര്യം, അല്ലാതെ നിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവൻ്റെ വിഷമം പരിഹരിക്കുക എന്നുള്ളതല്ല കാര്യമായിട്ടുള്ള കാര്യം. എന്ത് തോന്നുന്നു ടീച്ചറെ, നമ്മൾക്ക് അങ്ങനെയൊരു ഗൗരവമായിട്ട് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ വരുന്ന പോരായ്മകൾ പർവ്വതീകരിച്ച് കാണിക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടാവുമോ? ടീച്ചറിന് തോന്നുന്നു? എൻ്റെ പേര് സെലിനാമ്മ, കൂരാച്ചുണ്ടിൽ നിന്ന് വരുന്നു.
തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ സമയമുണ്ടാവില്ല. സ്വന്തം വീട് ക്രമപ്പെടുത്തുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്വം. അതുവഴി കുടുംബം നന്നാവും, സമൂഹം നന്നാകും, നാടും നന്നാവും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു പ്രയോഗമാണ്. സ്വന്തം കുടുംബം ക്രമപ്പെടുത്തുന്ന ഒരു കുടുംബനാഥ അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ, അയാൾക്ക് മറ്റൊരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള സമയം കിട്ടില്ല. ഓക്കെ, എന്താണ് ആ ഒരു കാര്യം? ചാവറച്ചൻ ഇവിടെ പറയുന്നുണ്ട്, കാര്യമായ കാര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിനൊരു ക്രമം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു കുടുംബനാഥനെ പറ്റി, ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബനാഥയ്ക്ക്, ഒരു അമ്മയ്ക്ക് കാര്യമായ കാര്യം അതാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അത് പ്രായോഗികമാണോ എന്ന് തോന്നുന്നു? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഏകദേശം വിവരബുദ്ധിച്ച കാലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുവിധമൊക്കെ സ്വന്തം കാര്യങ്ങളിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാതെ നമ്മൾ എത്ര മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാലും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യങ്ങളിൽ അവരുടെ നല്ല വളർത്തലുകൾ, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതലുള്ള ശ്രദ്ധ പതിപ്പിക്കൽ എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളാണ് ചെയ്തു കൊടുക്കാനുള്ളത്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാനും ഒക്കെ ഒത്തിരി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്രമമുള്ള കുടുംബം, ചാവർപ്പേത നേരത്തെ പറയുന്നുണ്ട്, ക്രമമുള്ള കുടുംബം എന്ന് പറയുന്നത് ദൈവപേടിയും ഭക്തിയുമുള്ള കുടുംബമാണ് എന്ന് ചാവർപ്പേത പറയുന്നുണ്ട്. ദൈവപേടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മാതാപിതാക്കളെ കാണുന്ന മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനവും കൂടിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാതാപിതാക്കൾ ഒരു ക്രമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു കുടുംബത്തിലേ അതുണ്ടാവൂ. മക്കൾ മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെങ്കിൽ മാതാപിതാക്കൾ പരസ്പരം ഈ ആദരവും ബഹുമാനവും പുലർത്തണം. അത് മക്കൾ കാണണം. അങ്ങനെ മക്കൾ പരസ്പരം ആദരിക്കുവാൻ പഠിക്കണം എന്നാണ് ചാവർപ്പേത പറഞ്ഞത്. എനിക്ക് തോന്നുന്നു, ടീച്ചർക്ക് എന്ത് തോന്നുന്നു ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പറയുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് വരേണ്ട ചില ഗുണങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് ചാവർപ്പേത അടയാളപ്പെടുത്തുന്നുണ്ട്. എന്ത് തോന്നുന്നു, ഏതാണതൊക്കെ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ 100% ശരിയായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം നമ്മൾ അയൽവക്കത്തൊക്കെ പോയി അവിടുത്തെ പിന്നെ ഇപ്പം ഉദാഹരണം ഞാൻ പറയുന്ന രോഗികളായിട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പം മിക്കവാറും ഒരു വീടുകളിൽ അപ്പനും അമ്മയും തന്നെയൊക്കെ ആയിരിക്കും താമസിക്കുക. അപ്പം അവരെ ഒന്ന് പോയി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നമ്മൾ ചെന്ന് അവരോട് സംസാരിക്കുന്ന അവർക്ക് എപ്പോഴും ഒരു സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറ്റം പറയാനായിട്ടല്ല നമ്മൾ പോകേണ്ടത്, അവർക്കും നമുക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവരോട് പോയി സംസാരിക്കാനും പെരുമാറാനും ഒക്കെയുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ അയൽവക്കത്തൂടെ പോകുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പോകണമെന്ന് ചാവറച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഈ കുറ്റം നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ കാര്യങ്ങൾ പറയാനായിട്ട് പോരെന്ന് മാത്രമല്ല, സ്വന്തം ഈ ക്രമപ്പെടുത്താതെ പോകേണ്ട കാര്യമില്ലെന്നാണ്. സ്വന്തം വീട്ടിൽ നീ നിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ നീ വേറെ പോയിട്ട് കാര്യമില്ല. കാരണം നിന്റെ വീട്ടിലെ ക്രമം ഉണ്ടാക്കാനായിട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് വരികയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റു കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ പോകുന്ന പലരും സ്വന്തം കുടുംബത്തിൽ അക്രമം ഉണ്ടാക്കുന്നവരാണ്. കാരണം സ്വന്തം കുടുംബത്തിൻ്റെ ക്രമം എവിടെയാണെങ്കിലും ക്രമം തെറ്റുന്നൊരു അവസ്ഥയ്ക്കാണ് അക്രമം എന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ ചാവറച്ചൻ പറയുന്നത് സ്വന്തം കുടുംബത്തിൽ ക്രമപ്പെടുത്തുക, മറ്റു കുടുംബത്തിലെ കാര്യങ്ങൾ നീ അന്വേഷിക്കണം. ടീച്ചർ പറഞ്ഞത് ശരിയാണ്, മറ്റു കുടുംബത്തിൽ പോയി അന്വേഷിക്കണം. അത് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് തന്നെ മാത്രം പോയാൽ മതി എന്നാണ് ചാവറച്ചൻ പറയുന്നത്. ഇന്നത്തെ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചേച്ചിക്ക് എന്ത് തോന്നുന്നു ആ ഒരു അവസ്ഥയെപ്പറ്റി? എൻ്റെ പേര് പൗളി, കൂരാച്ചുണ്ടിൽ നിന്ന് വരുന്നു. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി ശരിക്കും നടക്കുന്ന ഒരാൾക്ക് അടുത്തൊരു വീട്ടിൽ പോയി കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനുള്ള സമയം കിട്ടാറില്ലെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ നമ്മൾ ഒട്ടും തീരെ അങ്ങ് പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പണികൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് മുഴുവൻ നടന്നു കഴിഞ്ഞാലും നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഇന്നത്തെ കാലത്ത് കാണുന്നുണ്ട്. അത് മറ്റൊരു വീട്ടിൽ പോകുന്നില്ല, സംസാരിക്കുന്നില്ല, പിന്നെ ഒരു രോഗികളെ കാണാനൊക്കെ നമുക്ക് സമയം കണ്ടെത്തുന്നില്ലെന്ന് പറഞ്ഞാലും അത് നമ്മളെ ഒരു ശരിക്കൊരു ഒറ്റപ്പെടുത്തലായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊരു നല്ലൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതൊരു നല്ല നിരീക്ഷണമാണ്. മറ്റൊരു നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയൽപക്ക ബന്ധമില്ലാതെയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയൊരു അവസ്ഥയെപ്പറ്റി? എന്താണ് തോന്നുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇരുന്നാൽ, ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയൽപക്കങ്ങൾ ഒരുപക്ഷെ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം വരും, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരും. അതേസമയം നമ്മൾ അയൽപക്കങ്ങളിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യം നോക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിലെ കാര്യം ക്രമപ്പെടുത്താൻ വരികയില്ല. ഏതാണ് ഉചിതമായ ഒരു നടപടി? പേര് പറഞ്ഞിട്ട് പറയാം. പേര് അന്നമ്മ, കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇപ്പം അച്ഛൻ പറഞ്ഞ മാതിരി തന്നെയാണ്. ശരിക്കും നമ്മൾ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചു വേണം നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാൻ. നമ്മുടെ മക്കൾക്ക് അതൊരു മാതൃകയായിട്ട് അവർ മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ അയൽവക്കത്ത് അവർക്കൊക്കെ സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സംസാരം വഴി എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം, ഹൃദ്യമാക്കാം എന്നുള്ളതാണ്. അപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നിലനിൽക്കും. അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കുടുംബത്തെ പറ്റിയാണെങ്കിലും. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ വന്ന ഒരു നല്ലൊരു പദപ്രയോഗമാണ്, ഒരു സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥൻ, അല്ലെങ്കിൽ ക്രമപ്പെടുത്താൻ കഴിവുള്ളവളാണ് ഉത്തരവാദിത്വമുള്ളൊരു കുടുംബനാഥ. ഓക്കെ, ഈ ക്രമപ്പെടുത്തൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകളെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ട് തന്നെയാണ്, അല്ലേ? ആ രീതിയിൽ ചിന്തിക്കുമ്പം നമ്മളൊരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് എൻ്റെ കുടുംബാംഗങ്ങളെ എങ്ങനെയാണ് അവർ സ്വീകരിച്ചത്, എങ്ങനെയാണ് സ്വാധീനിച്ചത്, ഇങ്ങനെ ഏതെങ്കിലും കുടുംബനാഥനോ കുടുംബനാഥയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ മക്കളോ ഇങ്ങനെ സ്വന്തം പദങ്ങളെ എന്ന് ചിന്തിക്കാറുണ്ടോ, എഡിറ്റ് ചെയ്യാറുണ്ടോ? അമ്മച്ചിയുടെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഒന്ന് പറഞ്ഞിട്ട് പറയുകയാണോ, അതോ വായി വരുന്നത് അതേപടി പറയുവാണോ? എന്താണ് അതിൻ്റെ റിയാക്ഷൻ? എന്താണ് നമ്മൾ പറയുന്നത് നന്മയായിട്ട് മനസ്സിലാക്കുന്നവരുണ്ടോ? എന്ത് തോന്നുന്നു ചേച്ചിക്ക്? നമ്മുടെ സംസാരം പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ അന്യർക്ക് വേദനപ്പെടുത്തുന്നതായിരിക്കും. വർത്തമാനം പറയുമ്പോൾ നമ്മൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പറയേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. മറ്റുള്ളവരെ വേദനപ്പെടുത്തുക എന്നുള്ളത് ചിലർക്കൊരു ഹോബി പോലെ തന്നെയാണ്. കേൾക്കുന്നവരുടെ വിഷമം എന്താണെന്ന് പറയുന്നവർ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കും, പക്ഷേ കേൾക്കുമ്പോൾ അത് നമുക്ക് വളരെയധികം വേദനാജനകമായിരിക്കും. നമ്മുടെ സംസാരത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്. അത് കുടുംബകാര്യങ്ങളിലും പൊതു സമൂഹത്തിലുമൊക്കെ നടക്കുന്നൊരു കാര്യമായിരുന്നത്. അല്ല, ചേച്ചി പറയുന്നത് ശരിയാണ് അല്ലേ സാറേ? സാറിനെന്ന് തോന്നുന്നു നമ്മുടെ വാക്കുകളാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടാനും തളരാനും കാരണമാകുന്നത്. നമ്മുടെ വാക്കുകൾ തന്നെയാണ്. ഇപ്പോൾ ചാവറയച്ചൻ ഈ പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് കാര്യമായ കാര്യത്തിൽ ഇടപെടുക. അയൽക്കാരൻ്റെ കാര്യം നിന്നെ സംബന്ധിച്ച കാര്യമല്ലെന്നേ. നിന്നെ സംബന്ധിച്ച കാര്യം എന്ന് പറയുന്നത് നിൻ്റെ കാര്യമാണ്. ദൈവം നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അയൽപക്കക്കാരൻ്റെ കാര്യത്തിൽ തലയിടാനല്ല. അവൻ്റെ കുടുംബത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് പലരുടെയും കാര്യം. അവൻ്റെ കുടുംബത്തിൽ ക്രമം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വലിയ അസ്വസ്ഥതയാണ്. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഈ ക്രമമുണ്ടോ, എൻ്റെ പെരുമാറ്റം എൻ്റെ കുടുംബത്തിൽ അക്രമം ഉണ്ടാക്കുന്നുണ്ടോ, എൻ്റെ വാക്കുകൾ എൻ്റെ കുടുംബത്തിൽ അക്രമം ജനിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ചാവറയച്ചൻ പറയുന്നത് ആദ്യം നമ്മുടെ കുടുംബം ഒന്ന് ക്രമപ്പെടട്ടെ, ഒരു ക്രമം കൊണ്ടുപോവാ. സ്വന്തം കുടുംബത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ക്രമം കൊണ്ടുപോവാ. ചിട്ടകൾ പരിശീലിക്കുന്ന കാര്യത്തിൽ, ശീലങ്ങൾ അനുശീലിക്കുന്ന കാര്യത്തിൽ ഒരു ക്രമം കൊണ്ടുപോവാ. അങ്ങനെ ഒരു ക്രമം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയൽപക്കത്തോട്ട് ഓടി അവിടെ പോയി ഇങ്ങനെ ഒണിഞ്ഞു നോക്കി നിന്ന് അവൻ്റെ കാര്യം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വിളമ്പേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല എന്നാണ് ചാവറയച്ചൻ പറയുന്നത്. നമ്മുടെ ഈ
കുടുംബത്തിലെ പദാവലികൾ, കുടുംബ ഭാഷ എല്ലാ വീട്ടിലും ഇല്ലേ സാറേ? സാറിൻ്റെ വീട്ടിലെ കുടുംബ ഭാഷയാണോ ഈ അമ്മച്ചിയുടെ വീട്ടിലെ കുടുംബ ഭാഷ? ആണോ അമ്മച്ചി? അല്ല, സാറിൻ്റെ വീട്ടിലെ കുടുംബ ഭാഷയാണോ ഈ ഇരിക്കുന്ന സഹോദരിയുടെ വീട്ടിലെ കുടുംബത്തിൽ സംസാരിക്കുന്ന ഭാഷയാണ് ഈ പറയുന്നത്. അത് ക്രമപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് സൂക്ഷിച്ചേ പറയുള്ളൂ. ഇപ്പം മേരി ചേച്ചി പറഞ്ഞതുപോലെ വാക്കുകൾ സൂക്ഷിച്ചേ പറയുള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അവരുടെ മനസ്സിലത് ഒരു മുറിവായിട്ട് ചെന്ന് വീഴുന്ന വാക്കുകളുണ്ട്, അതേസമയം മുറിവ് ഉണക്കുന്ന വാക്കുകളുമുണ്ട്. ഇല്ല സാറേ, ഒരു വ്യക്തിപരമായ ഒരു ക്രമപ്പെടുത്തൽ ചിട്ട സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നല്ല കുടുംബം നയിക്കാൻ സാധിക്കുള്ളൂ. സാറിനെന്ത് തോന്നുന്നു? അപ്പച്ചൻ സാറിനെന്ത് തോന്നുന്നു? നമ്മുടെ സംസാരം, പെരുമാറ്റം, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പരിണത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ലക്ഷ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. നമുക്ക് യേശുവിൻ്റെ ജീവിതം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം, നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു കാര്യവും യേശു ചെയ്യുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും ഇടപെടുന്നതും പെരുമാറുന്നതും എല്ലാം അതിൻ്റെ ഒരു നല്ല ഫലം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് നല്ലൊരു ഫലമുണ്ടാകും. അത് മക്കളുടെ വിദ്യാഭ്യാസ അല്ലെങ്കിൽ പരിശീലന കാര്യങ്ങളിലാണെങ്കിലും അയൽവക്ക ബന്ധങ്ങളിലാണെങ്കിലും സമൂഹത്തിലുള്ള ഇടപാടുകളിലാണെങ്കിലും അതിനൊക്കെ ഒരു നല്ല ഫലം അതുവഴിയായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലക്ഷ്യം നമ്മുടെ അവബോധത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളെ ക്രമീകരിക്കുവാനായിട്ടും വീട്ടിലെ കാര്യങ്ങളിലെ ഒരു ക്രമം വരുത്തുവാനായിട്ടും അതുവഴിയായിട്ട് കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ സ്വാധീനിക്കുവാനായിട്ടും നന്മയിലേക്ക് നയിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും. ആ ഒരു നിലപാട് നമ്മളുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്. അത് ചാവറപ്പിതാവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യക്തികളുടെ സ്വഭാവശൈലിയെ വല്ലാതെ സ്വാധീനിക്കേണ്ട ഒരു ഘടകമുണ്ട് എനിക്ക് തോന്നുകയാണ്. അതായത് പലപ്പോഴും പൊള്ളയായ ഒരു വ്യക്തിത്വം ഉള്ള ആളുകളാണ്, ഉള്ളിൽ ഒരു കാമ്പുമില്ലാത്ത ആളുകൾ, ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ അയൽവക്കങ്ങളിലെ വീടുകളിൽ പോയി ഓരോരുത്തരുടെ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന ഒരു സ്ഥാനം എന്ന് അവർ വിചാരിക്കുന്നത് ഇങ്ങനെ 4 പേരുടെ മുമ്പിൽ ഓരോരുത്തർക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, അയാളുടെ കാര്യങ്ങൾ എനിക്കറിയാം, ഇയാളുടെ കാര്യങ്ങളറിയാം. ഇങ്ങനെ നമ്മുടെ അടുത്ത് കുറ്റം പറയുന്ന ഒരാളെക്കുറിച്ച് നമ്മളെന്താ വിചാരിക്കുക? ഓ, ഇയാൾക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് കുറേ കാര്യങ്ങൾ അറിയാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അയൽവക്കത്ത് പോയി ഇയാൾ അടുത്ത ആളോട് പറയുന്ന ആരുടെ കുറ്റമായിരിക്കും? എൻ്റെ കുറ്റം തന്നെ ആയിരിക്കും എന്നോ യാതൊരു സംശയം വിചാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അടുത്ത് ഒരാളുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് ഇയാൾ പോയി പറയണത് എൻ്റെ കുറ്റം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളോട് എനിക്കുള്ള മതിപ്പുണ്ടോ? എനിക്കുള്ള മതിപ്പ് എന്തായിരിക്കും? മതിപ്പ് ഉണ്ടാകുമോ? അങ്ങനെ മതിപ്പുണ്ടോ? ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല, കുറ്റം പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മറ്റൊരാളോട് ഞാൻ വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ അയാൾക്ക് എന്നോടൊരു മതിപ്പും ഉണ്ടാകില്ല എന്നുള്ളൊരു പച്ച പരമാർത്ഥം അത് മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ടെൻഡൻസിയിൽ നമുക്ക് തകരുന്നത് എന്താണ്, നിലനിൽക്കുന്നത് എന്താണ്? ദൈവം ഒരുപിടി അനുഗ്രഹത്തിന് വേണ്ടി നൽകിയ ഒരു സംഭവമാണ് ഈ മാധ്യമം, അതായത് ഈ മൊബൈൽ ഫോൺ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിത്തും കളകളും ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിളനിലമായി നമ്മളുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാധ്യമം വന്നതോടെ കുടുംബങ്ങളെല്ലാം രണ്ടായി പിരിയുന്നതായിട്ടും അവർ ഒരു സ്നേഹമില്ലാതെ അവർക്ക് വീട്ടിൽ വന്നാൽ മിണ്ടാനല്ല സമയം. വീടുകളിൽ കൂടെ കയറി ഇറങ്ങി ട്രോളണ്ട എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്.